നമസ്കാരം. ഹർഷദീപ് സിംഗ് എന്തു ആടേ ഇത്? ഒരു റണ്ണെടുക്കാൻ തന്നെ കൊണ്ട് കഴിയില്ലേടേ? എന്തുവാടേ ഇത്ര ഈ കൊല കൊണ്ട കൊടി കൊട്ടിയ ബാറ്റ്സ്മാൻമാര് സ്വീപ്പ് ചെയ്തിട്ട് അവിടെ എപ്പോഴും ബീറ്റഡായി പോകുന്നു. അവിടെ നീ വന്ന് സ്വീപ്പ് ചെയ്ത് സിക്സ് അടിക്കാനൊക്കെ ശ്രമിച്ചു. എന്തുവാടേ? എന്തായാലും അങ്ങനെ കളി ടൈയായിരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, അങ്ങനെയെങ്കിലും അവന്മാരൊന്ന് പിന്നെ സന്തോഷിക്കട്ടെ. ശ്രീലങ്കക്കാരന്മാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റു തൊപ്പിയിട്ട് അവരുടെ പിന്നീട് അങ്ങ് അറ്റം പറ്റി ആരെടുത്ത് ഇന്ത്യയുടെ കൂടെ. കാരണം ഒരു കളിയും ജയിക്കുന്നില്ല. എല്ലാം പറയും നമുക്കറിയില്ല, T20 3 കളിയും ഓട്ടിച്ചിട്ട് തോപ്പിച്ചു. അവസാന കളിയെ കണ്ടു, എനിക്ക് അത് റിവ്യൂ ഇടാൻ പറ്റിയില്ല എങ്കിലും അവസാന കളി വരെ അവർ. കാരണം എല്ലാവരും 99% ശ്രീലങ്ക ജയിക്കും എന്ന് കരുതിയ കളി വരെ എന്ത് ചെയ്തു? ഇന്ത്യ തന്റെ കഷത്താക്കി. അപ്പൊ ഇവിടെ അങ്ങനെ അവസാനം വൺഡേ T20 3-0 നമ്മൾ ക്ലീൻ സ്വീപ്പ് ചെയ്തു. അതിനുശേഷം വൺഡേ തുടങ്ങി. അവിടെ എന്ത് ചെയ്തു? ഫസ്റ്റ് കളിയായിരുന്നു ഇന്ന്. പക്ഷെ ഇന്ന് കളി ടൈ ആയി. ഇന്ന് ഇതിൽ സൂപ്പർ ഓവറും വാങ്ങിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കളി ടൈ ആയിട്ടുണ്ട്. 230 റൺസ് ആരടിച്ചു, ശ്രീലങ്ക അടിച്ചു. അതിന്റെ മറുപടി ആയിട്ട് ഇന്ത്യക്ക് 47.5 ബോളിൽ 230 റൺസ് അടിക്കാനേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതായത് അവസാന ഘട്ടങ്ങളിൽ ശിവം ഡൂബ നടത്തിയ പിന്നെന്താണ് ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ പോരാട്ടം അടിപൊളിയായിരുന്നു. ഇന്ത്യ ജയിച്ചു എന്ന് തന്നെയാണ് കരുതിയത്. ആ സമയത്ത് അവസാനം ഈ പറയുന്ന ശിവൻ ഡൂബയ്ക്ക് LB ആയി. അസലങ്കയാണ് വിക്കറ്റ് എടുത്തത് എന്നും കൂടി അറിയുമ്പോൾ കൂടിയാണ് ഒത്തുകൂടിയത്. സത്യം പറഞ്ഞാൽ ആ പിച്ച്, ആ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്താണ് സ്പിൻ ബൗളേഴ്സിനെ അങ്ങ് അഗാധമായി പിന്തുണച്ച ഒരു ഗ്രൗണ്ട് ആയിരുന്നു ആ സാധനം. മനസ്സിലായി? എല്ലാവരും വരുന്നവരും പോകുന്നവരും ആർക്കും കളിക്കാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഓവർ പിച്ചൊക്കെ ബോൾ കയറ്റിയിടുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലാണ്. അങ്ങനെ ഓവർ പിച്ചൊക്കെ കിട്ടിയപ്പോഴാണ് ശിവൻ ഡൂബ ഒരു 6ഉം ഒരു 4ഒക്കെ അടിച്ചുകൊണ്ട് എന്ത് ചെയ്തത്? ഈ പറഞ്ഞ ഇന്ത്യയെ സ്കോർ ലെവലായി. സത്യം പറഞ്ഞാൽ ഒരു വേള ഞാൻ വിചാരിച്ച് കളി തോക്കുന്നു കരുതി. കാരണം ശിവൻ ഡൂബെ അത്രയ്ക്ക് സ്പിന്ന് നല്ലവണ്ണം ടേൺ ആയിക്കൊണ്ടിരിക്കുന്നു. ബോൾ നല്ല രീതിയിൽ ടേൺ ആയിക്കൊണ്ടിരിക്കുന്നു. ശിവം ഡൂബയും ഈ മുഹമ്മദ് സിറാജും ഗ്രീസിൽ നിൽക്കുമ്പോൾ ഞാൻ കരുതി സിറാജ് മുഖ്യവാറും ഇപ്പൊ ഔട്ടാവും, ശിവൻ ഡൂബ അല്ലെങ്കിൽ അടിച്ച് പൊക്കി വെച്ചു കൊടുക്കും എന്നൊക്കെ കരുതി. പക്ഷെ അവിടെ നിന്നൊക്കെ ശിവൻ ഡൂബെ ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യ പിന്നെ ജയിച്ചു എന്നുള്ളതാണ് നമ്മൾ കരുതിയത്, അല്ലേ? സ്കോർ ലെവലായി വീണ്ടും കിടക്കുന്നു. 47.5 ബോളേ ആയിട്ടുള്ളൂ. പിന്നീട് ഇനിയും കിടക്കുന്നു 2 ഓവർ വരെ ഇനിയും കിടക്കുന്നുണ്ട്. വെറും 1 റൺസ് മതിയായിരുന്നു. ആ സമയത്ത് ശിവൻ ഡൂബയ്ക്ക് എന്ത് ചെയ്യാം? സിംഗിൾ എടുക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റി? പിന്നീട് ഔട്ടായിപ്പോയി. അവര് റിവ്യൂ കൊടുത്ത് ഔട്ടായി. അതിനുശേഷം വന്ന ഹർഷദീപ് സിംഗ് 6 അടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇന്ത്യയെ കൊണ്ട് എന്ത് ചെയ്തു? തോപ്പിച്ചെന്ന് പറയുന്നില്ല, കളി ടൈ ആയി. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന ശ്രീലങ്കയ്ക്ക് ഒന്ന് ആശ്വസിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സംഭവം ഇട്ട് കൊടുത്തു എന്നുള്ളതാണ്. കാരണം ഇത്രയും കളി കൊണ്ട് ദയനീയമായി ഇന്ത്യയോട് തൊപ്പിയിട്ട് ഈ പറയുന്ന ജയസൂര്യയിലേക്ക് മുഖം കാണണം. എന്ത് ചെയ്യട്ടെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ അമ്മാതിരിയാണ് പിന്നെ എന്ത് ചെയ്ത് ഇന്ത്യ തോപ്പിച്ച് വിട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഇന്നത്തെ കളി നോക്കുകയാണെങ്കിൽ ശ്രീലങ്ക ഫസ്റ്റ് എന്ത് ചെയ്തു? ആദ്യം ഫസ്റ്റ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. അവർ അറിയാലോ, രണ്ടാമത്തെ പിന്നീട് ചേസ് ചെയ്യുന്നവർ ജയിക്കുന്നത് വളരെ വിരളമാണ്. ചേസ് ചെയ്തവർക്ക് ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സ്പിന്നിന് അത്രയ്ക്ക് അങ്ങോട്ട് പോകുന്നതോറും ബോൾ ഒരുപാട് സ്ലോ ഡൗൺ ആവുകയും സ്പിന്നറിനെ ഒരുപാട് തുണയ്ക്കുന്ന പിച്ചായിരുന്നു. അവിടെ ടോസ് നേടി എന്ത് ചെയ്തു? ശ്രീലങ്ക ബാറ്റിങ്ങിന് വേണ്ടി തെരഞ്ഞെടുത്തു. അവിടെ വീണ്ടും അവരുടെ രക്ഷകനായി വന്ന മറ്റാരുമല്ല, നിസംഗ തന്നെയായിരുന്നു. 75 ബോളിൽ 56 റൺസ് അടിച്ചുകൊണ്ട് നിസംഗ വീണ്ടും അവരുടെ രക്ഷകനായി. ബാക്കി എല്ലാവരും പണ്ടത്തെ പോലെ തന്നെ എന്താണ് പറ ഔട്ടായി. പക്ഷെ അവരുടെ ഒരു ചെറുത്തുനിൽപ്പ് നടത്തിയത് മറ്റാരുമല്ല, പിന്നെ വെല്ലാലഗയാണ് അവരുടെ സ്പിന്നർ കൂടിയായ വെല്ലാലഗ. 65 ബോളിൽ നിന്ന് 67 റൺസ് അടിച്ചതാണ് അവരുടെ സ്കോർ. 230 റൺസ് എന്ന് പറയുന്ന മാന്യമായ ഡീസന്റ് ആയ ഒരു സ്കോർ ബോർഡിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് അവരെ ശ്രമിച്ചത് വെല്ലാലഗയുടെ ചെറുത്തുനിൽപ്പാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ വിക്കറ്റുകൾ ആരൊക്കെ എടുത്തത്? മുഹമ്മദ് സിറാജിന് 1 വിക്കറ്റ് കിട്ടി. പിന്നെന്താണ് ഹർഷദീപ് സിംഗിന് 2 വിക്കറ്റ്, പിന്നെ അക്ഷർ പട്ടേലിന് 2 വിക്കറ്റ് കിട്ടി. അതോടെ തന്നെ പിന്നെന്താണ് ബാക്കി എല്ലാവർക്കും പിന്നീട് വാഷിംഗ്ടൺ സുന്ദരനും പിന്നീട് കുൽദീപ് യാദവിനും 1 വിക്കറ്റ് വീതം കിട്ടി. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യ, അതായത് നമുക്കിവിടെ ഈ കളികൾ നമ്മൾ എടുത്തു പറയാനുള്ള മറ്റൊന്നുമല്ല, നമ്മുടെ കിങ് കോഹ്ലിയും നമ്മുടെ മാഡൻ രോഹിത് ഒക്കെ തിരിച്ചു വന്ന കളി കൂടിയായിരുന്നു. കാരണം വേൾഡ് കപ്പിന് ശേഷം നമ്മൾ ഇപ്പോഴായിട്ടാണ് T20 വേൾഡ് കപ്പിന് അവർ ആദ്യമായിട്ടാണ് കളിയിൽ ഇറങ്ങുന്നത്. അതിൽ തന്നെ ഈ പറയുന്ന മാഡൻ രോഹിത് തന്റെ വന്നത് ഞാൻ ഇതുവരെയായിട്ടും ഞാൻ പോയിട്ടൊന്നുമില്ല, ഞാൻ അതുപോലെ തന്നെ തിരിച്ചുണ്ട്, ഞാൻ ഇപ്പോഴും ഒരു T20 ബാറ്റ്സ്മാൻ തന്നെയാണ് എന്ന് കാണിച്ചു തരുന്ന ഒരു ഇന്നിങ്സും കൂടിയായിരുന്നു. അടിച്ചു പൊളിച്ച് അവരെയൊക്കെ തലങ്ങും വിലങ്ങും പ്രഹരിച്ചുകൊണ്ടാണ് മാഡൻ രോഹിത് തുടങ്ങിയത്. 57 ബോളിൽ നിന്ന് 58 റൺസ് അടിച്ചു. ഈ പറയുന്ന
ശുഭ്മാൻ ഗില്ല് അവന് നല്ലൊരു പിന്തുണ കൊടുത്തു എങ്കിലും നല്ല രീതിയിൽ നിന്നും സ്കോർ ചെയ്യാൻ കഴിഞ്ഞു. 35 ബോളിൽ 16 റൺസാണ് അടിച്ചത്. ഫസ്റ്റ് വിക്കറ്റ് പോയത് തന്നെ എനിക്ക് 75 റൺസ് ആയപ്പോൾ തന്നെ ഇന്ത്യയുടെ ഫസ്റ്റ് വിക്കറ്റ് നഷ്ടപ്പെടുന്നു. അപ്പൊ തന്നെ ഇന്ത്യ ഏതാണ്ട് ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. അതിനുശേഷം വന്ന വിരാട് കോഹ്ലി ആകട്ടെ, വിരാട് കോഹ്ലി 32 ബോളിൽ നിന്ന് 24. വിരാട് കോഹ്ലിക്ക് ബാറ്റിംഗ് കാണുമ്പോൾ ഇനിയും അടുത്ത കൊല്ലത്തെ ഈ പറയുന്ന എന്താണ് പിന്നെ വേൾഡ് കപ്പ് വരെ വിരാട് കോഹ്ലി കളിക്കുമെന്നൊക്കെയാണ് തോന്നുന്നു. അത്രയ്ക്ക് നല്ല രീതിയിൽ ടച്ചും പറയുന്ന ഫിറ്റ്നസ് ഒന്നും ഒരു കുഴപ്പമില്ല. കിടിലമായിട്ട് വിരാട് കോഹ്ലി കളി 32 ബോളിൽ 24 റൺസ് അടിച്ചു. അവിടെ ഫോം ഔട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഉയരാത്ത മറ്റാരുമല്ല, അത് വാഷിംഗ്ടൺ സുന്ദറായിരുന്നു. 5 റൺസ് മാത്രമേ വാഷിംഗ്ടൺ സുന്ദറിന് അടിക്കാൻ സാധിച്ചുള്ളൂ. അതിനുശേഷം വന്ന ശ്രേയസ് അയ്യറും 43 ബോളിൽ നിന്ന് 31 റൺസ് അടിച്ചു. നല്ല രീതിയിൽ കളിച്ചു. ശ്രേയസ് അയ്യർ ഔട്ടായ ബോൾ പിന്നെ കളിച്ച് അല്ലെങ്കിൽ അത് വളരെ കിടിലൻ ബോൾ തന്നെയായിരുന്നു. അത് ഡിഫെൻഡ് ചെയ്യാൻ ഇത്തിരി കട്ടി തന്നെയായിരുന്നു. അപ്പൊ അതിനുശേഷം വന്ന KL രാഹുലും തന്റെ ഫോം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് ഞാൻ ഒരു ഇപ്പോഴും അല്ലെങ്കിൽ അഞ്ചാം നമ്പറിൽ പറഞ്ഞു ഞാനിപ്പോഴും എന്ന് വെച്ചാൽ KL രാഹുലിന്റെ ബാറ്റിംഗ് കണ്ടതൊന്നും നമ്മൾ ഇത്രയും പേര് ഔട്ട് ആകുമ്പോഴേ KL രാഹുൽ ഇനി ഉണ്ടല്ലോ, ഇനി എത്ര റൺസ് വേണം അടിക്കാം എന്നുള്ളൊരു നമുക്കൊരു ചിന്ത വരില്ലേ. അതാ KL രാഹുലിന്റെ ക്ലാസ് തന്നെയാണ്. ആ ക്ലാസ് ഇന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഈ KL രാഹുലും ഹർഷദീപ് സിംഗും KL രാഹുലും ഒരുപാട് ബോളുകൾ വീട്ടിൽ അത് അമ്മാതിരി ബോളുകൾ തിരിയുന്നു. അതായത് കളിക്കാൻ പറ്റാത്തത്ര രീതിയിൽ ആ രീതിയിൽ ബോൾ തിരിയുന്നു. അതല്ല അസലങ്ക പോലുള്ള ആൾക്കാർ 3 വിക്കറ്റ് എടുക്കണമെങ്കിൽ ആലോചിച്ച് നോക്കണം എന്തുമാത്രം അവിടെ ബോൾ തിരിയുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ പിന്നെ KL രാഹുലും അക്ഷർ പട്ടേലും തമ്മിൽ ഏതാണ് നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് കഴിഞ്ഞ്. പക്ഷേ രണ്ടുപേരും അടുത്തടുത്ത പിന്നെ ഓവറുകളിൽ പിന്നീട് വിക്കറ്റ് നഷ്ടമായത് ഇന്ത്യക്ക് തിരിച്ചടിയായി. അതിനുശേഷം വന്ന ശിവം ഡൂബെയാണ് 24 ബോളിൽ നിന്ന് 25 റൺസ് അടിച്ചുകൊണ്ട് എന്ത് ചെയ്തത് ഇന്ത്യയെ ഒരു ടൈയിലേക്കെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞത്. ശിവം ഡൂബെയുടെ ചെറുത്തുനിൽപ്പായിരുന്നു, ഫൈറ്റ് ആയിരുന്നു. പിന്നെ കുൽദീപ് യാദവിന് 2 റൺസേ അടിക്കാൻ പറ്റിയുള്ളൂ. മുഹമ്മദ് സിറാജ് 11 ബോളുകൾ ഫേസ് ചെയ്തുകൊണ്ട് 5 റൺ അടിച്ച് നല്ലൊരു പിന്തുണ നൽകി എന്നുള്ളതാണ്. അപ്പൊ വിക്കറ്റ് വീഴ്ച എങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഇന്ത്യയുടെ വിക്കറ്റ് പോകുന്ന 75 റൺസാണ്. പിന്നെ 80-ൽ 2 പിന്നെ 87-ൽ 3 പിന്നെ അവിടെ നിന്ന് ചെറിയൊരു പാർട്ണർഷിപ്പ് വന്നു. അത് 130 വരെ പോയി, 130-ൽ 4 പിന്നീട് 132-ൽ 5 പിന്നീട് കുറച്ച് 132-ൽ 5 ശേഷം ഈ പറഞ്ഞ KL രാഹുലും അക്ഷർ പട്ടേലും കൂടെ പാർട്ണർഷിപ്പ് 189 വരെ കൊണ്ടുപോയി. 189-ലാണ് ആ 6ാമത്തെ വിക്കറ്റ് അവിടെ KL രാഹുൽ ഔട്ടാവുന്നത്. പിന്നെ ഉടനെ തന്നെ അടുത്ത വിക്കറ്റ് പോയി 197-ൽ അക്ഷർ പട്ടേൽ ഔട്ടാവുന്നു. അതിനുശേഷം 211-ൽ കുൽദീപ് യാദവ് ഔട്ടാവുന്നു. 211-ൽ 8 വിക്കറ്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം 230 വരെ പോകുന്നു അല്ലെ, 230 വരെ. അതായത് ശിവൻ ഡൂബെ ഔട്ടാവുന്നത് 9ാമത്തെ വിക്കറ്റ് ആയിരുന്നു 230. അതിനുശേഷം 2 വിക്കറ്റ് പിന്നീട് ഹർഷദീപ് സിംഗിന്റെയും കൂടി വിക്കറ്റ് നഷ്ടപ്പെട്ട് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഫസ്റ്റ് ODI ടൈയിലേക്ക് അവസാനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടെ വിക്കറ്റ് എടുത്ത് ആരെന്ന് വെച്ചാൽ അതാണ് വിറ്റ് ഈ പറയുന്ന വെല്ലാലെ വീണ്ടും ഈ പറയുന്നതാണ് 2 ടോപ്പ് സ്കോർ ആവുകയും 2 വിക്കറ്റ് എടുക്കുകയും ചെയ്തു. അവൻ തന്നെ ആയിരിക്കും മാൻ ഓഫ് ദി മാച്ച് എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഹസരംഗ 3 വിക്കറ്റ് എടുത്തു. അതുപോലെ തന്നെ അസലങ്ക അവരുടെ ക്യാപ്റ്റനും കൂടിയായ ചരിത്ര അസലങ്ക 3 വിക്കറ്റ്. ചരിത്ര അസലങ്കയുടെ ആ ഒരു 3 വിക്കറ്റ് നേട്ടമാണ് ഇന്ത്യ ഒരു ടൈയിലേക്ക് മാറിയത്, അവസാനിച്ചത് ഈ കളി എന്നുള്ളത്. എന്നാലും വളരെ രസമുണ്ടായിരുന്നു കണ്ടോണ്ടിരിക്കുക. കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒട്ടേ കളി കാണുന്നത്. പിന്നീട് 230 ഒരു ചെറിയ സ്കോർ ആണെങ്കിലും കമന്ററിയൊക്കെ പറയുന്നത് നല്ലൊരു സ്കോറാണ്. അതിൽ ഈ പറയുന്നത് പോലെ എന്താണ് പിന്നീട് തിരിച്ചടിച്ചെടുക്കുക എന്നുള്ളത് ഒരു കടമ്പ തന്നെയാണ്. അപ്പൊ പക്ഷെ എന്തായാലും ഇന്ത്യ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പറയുന്നു അക്ഷർദീപ് സിംഗിന് ഒരു റൺസ് എടുക്കുന്നത് അവിടെയൊക്കെയാണ് നിനക്കൊക്കെ ആ ഒരു ഇത് ഒരു റൺസ് എടുക്കാൻ വേണ്ടി അവിടെ 6 അടിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, കാരണം എത്രയ്ക്ക് ടേൺ ആവുന്ന പിച്ചിൽ അവിടെ കൊണ്ടുവന്ന സ്വീപ്പ് ചെയ്താണ് ആരൊക്കെ ഔട്ടായെന്ന് അറിയാമോ? ഈ പറയുന്ന രോഹിത് ശർമ്മ ആവട്ടെ, ഗില്ല് ആയിക്കോട്ടെ, പിന്നെ അങ്ങനെ കുറെ എണ്ണം ഔട്ടായത് സ്വീപ്പ് ചെയ്താണ്. കാരണം അത്രയ്ക്ക് ടേൺ ആവുന്നുണ്ട്, ബൗൺസ് ആവുന്നുണ്ട്, താന്നു പോകുന്നുണ്ട്. അത്രയ്ക്ക് ഈ പറയുന്ന ബോൾ തിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് സ്വീപ്പ് ചെയ്ത് 6 അടിച്ച് വിജയം നേടാമെന്ന് ചിന്തിച്ച പിന്നെ അക്ഷർ പട്ടേലിന് ഒരാഴ്ച ചോളയിട്ട് കൊടുക്കണം. എന്തായാലും 1 റൺസ് കൊട്ടിയെടുക്കാൻ കൊണ്ട് കഴിഞ്ഞില്ല. എന്തായാലും പോട്ടെ, നിങ്ങൾ സങ്കട കാര്യങ്ങളൊന്നും എന്തായാലും ടൈയിലേക്ക് അവസാനിച്ചല്ലോ എന്നുള്ളത് നമുക്ക് നമുക്ക് സന്തോഷിക്കാം. ഇനി 2 കളിയും കൂടി, ആ 2 കളിയും ഇന്ത്യ ക്ലീൻ ആയിട്ട് എന്ത് ചെയ്യും, ജയിക്കും എന്ന് തന്നെയാണ് നമുക്ക് വരുന്നത്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.